ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇന്ത്യ സഖ്യത്തിന് നൽകുകയാണെങ്കിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. അതുതന്നെയാണ് അത്തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ രാജ്നാഥ് സിംഗ് അടക്കം സമവായ ചർച്ചകളുമായി ഇന്ത്യ സഖ്യ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും ഒരു അന്തിമ ഫലം എന്ന് പറയുന്നത് ഇന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടായേ പറ്റൂ. നാളെയാണല്ലോ തെരഞ്ഞെടുപ്പ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ത്യ സഖ്യത്തിന് നൽകാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ അതിനുവേണ്ടി ഇന്ത്യ സഖ്യം നിലകൊള്ളുകയുമാണ് അല്ലേ? സിജു, അല്പസമയം മുമ്പ് അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് പ്രവേശിക്കും മുമ്പ് മാധ്യമങ്ങളുമായി സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് പ്രതിപക്ഷത്തിന് കൃത്യമായ അർഹതയുണ്ട്, അത് പ്രതിപക്ഷത്തിന് നൽകണം. അങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. BJP പൂർണ്ണമായും NDA പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും കൃത്യമായി ഈ കാര്യത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വേണം. അത് ലഭിച്ചില്ലെങ്കിൽ എന്തായാലും മത്സരം ഉണ്ടാകുമെന്ന് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർള തന്നെയാകും NDA സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓം ബിർള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഓം ബിർള വീണ്ടും സ്പീക്കറായാൽ അദ്ദേഹത്തിന് രണ്ടാം ഊഴമാണ്. കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം തന്നെയായിരുന്നു സ്പീക്കർ. അതുകൊണ്ട് തന്നെ രണ്ടാം ഊഴം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇനി BJP പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. സിജു, സിബി, അത് തന്നെയാണ്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ത്യ സഖ്യത്തിന് നൽകിയാൽ മാത്രമേ ഈ സമവായത്തിന് തയ്യാറുള്ളൂ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷം എന്ന വാക്ക് തന്നെ അറപ്പാണ് മോദിക്ക്, NDAക്ക്, BJPക്ക്. അതുകൊണ്ട് തന്നെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കഴിഞ്ഞ 10 കൊല്ലക്കാലവും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞ പദവി പോലും ഇല്ലായിരുന്നു. അതിൻ്റെ ആ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞ പദവി എന്ന് പറയുന്നത് പാർലമെന്ററി സംവിധാനത്തിൽ വളരെ മികച്ച പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും ചെയർമാൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നിലവിൽ ആ പദവി തന്നെ കൈവശം വയ്ക്കാൻ BJPക്ക്, NDAക്ക് താല്പര്യമുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുമ്പോൾ വലിയൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അവർ തയ്യാറാകുമില്ല. ചുരുക്കത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ, മത്സരത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. തീർച്ചയായും അത് തന്നെയാണ് സിജു. കാരണം ഇതിൽ വ്യക്തമായി രാഹുൽ ഗാന്ധി പറയുന്നു, ശക്തമായ പ്രതിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ അംഗീകരിക്കാതെ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ഏകാധിപതി പോലെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒപ്പോസിഷൻ, അതായത് ഈ പ്രതിപക്ഷ പാർട്ടികളുമായി സഹകരിച്ച് മാത്രമേ ഇനിയിപ്പോൾ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ആ രീതിക്ക് ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗ് മല്ലികാർജ്ജുൻ ഖർഗെയുമായും മറ്റുള്ള പ്രതിപക്ഷ സഖ്യ നേതാക്കളും എല്ലാത്തിനെയും ചില സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലെല്ലാത്തിനെയും സമവായവും പിന്തുണ നേടിക്കൊണ്ട് വിളിച്ചിരുന്നു. എന്തായാലും അതിനെല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്നു. പക്ഷേ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അത് നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് പോകുകയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം ദുർബലമായിരുന്നു. എങ്കിൽ പോലും ഒരു കീഴ്വഴക്കം അനുസരിച്ച് നേരത്തെ 2004, 2009 UPA ഭരിക്കുമ്പോഴെല്ലാം തന്നെയും BJPക്ക്, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന BJPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അന്ന് UPA സർക്കാർ നൽകിയിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ, ഇതിൽ കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നപ്പോൾ പ്രതിപക്ഷം ദുർബലമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ ഈ തവണ അതുകൊണ്ട് തന്നെ 234 പേരടങ്ങുന്ന ഒരു പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് ആ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന ആവശ്യം കൃത്യമായി ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. എന്തായാലും രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇനി വരും മണിക്കൂറിൽ ഏറെ നിർണായകം തന്നെയാണ്. പദവി ഇന്ത്യ സഖ്യത്തിന് നൽകണം.